ഇന്ന് എല്ലാവർക്കും കോമണായി അറിയുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ പല ഹെൽത്ത് ഇഷ്യൂസിനും ബുദ്ധിമുട്ടുകൾക്കുമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പം അവർ നമുക്ക് മെഡിസിൻ്റെ കൂടെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അപ്പം ഇത് നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഹായ്, ഞാൻ ഡോക്ടറായ നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ്. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എല്ലാവർക്കും കോമണായി അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ നമുക്ക് മേജറായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ കൂടെ കഴിക്കുന്ന ഒരു കണ്ടന്റ് കൂടിയാണിത്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിന് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതൊരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ആണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഗുഡ് ഫാറ്റ്. നമുക്ക് ചില കണ്ടീഷൻസിലൊക്കെ നമ്മളോട് ഫാറ്റ് ഇൻടേക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറയുന്ന സമയത്ത് നമ്മളോട് പ്രത്യേകം പറയാറുണ്ട് ഗുഡ് ഫാറ്റ് നമുക്ക് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത്. അത്തരത്തിൽ വരുന്നൊരു കാറ്റഗറി പെട്ട ഒരു കണ്ടന്റാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരുപാട് അസുഖങ്ങളെ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നമുക്ക് റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഓരോ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ക്യൂറാണ് ഇത് തരുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്രധാനമായ 3 അമൈനോ ആസിഡ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫിഷ് ഇൻടേക്ക് ചെയ്യുന്നത് വഴി EPA DHA എന്ന 2 അമൈനോ ആസിഡ്സും അതുപോലെ നമ്മൾ സീഡ്സ് അതുപോലെ നട്ട്സ് ഒക്കെ ഇൻടേക്ക് ചെയ്യുന്നത് വഴി ആൽഫ ലിനോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമൈനോ ആസിഡുമാണ് നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 3 നമുക്ക് ഒരേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന ആ ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സീഡ്സും നട്ട്സും ഫിഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ശരീരത്തിലുള്ള മേജർ ഓർഗാൻസിൻ്റെ ഒക്കെ ഫംഗ്ഷൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബ്രെയിന്, ലങ്, ഹാർട്ട്, കിഡ്നി, ലിവർ പോലുള്ള എല്ലാ ഓർഗൻസിൻ്റെയും ഫംഗ്ഷനിങ്ങിനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. LDLൻ്റെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതുവഴി നമുക്ക് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, നമ്മുടെ നീർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കണ്ടീഷൻസിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ, തൈറോയിഡൈറ്റിസ് പോലെ, SLE പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി കണ്ടീഷൻസിനെയും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും കുട്ടികളിൽ ചെറുപ്രായത്തിലെ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ADHD പോലെ, അതായത് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ് പോലെ, ഓട്ടിസം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് തന്നെയാണ് നമുക്കുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഡിസ്ട്രസ്സുകൾ, അതായത് ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഇൻടേക്ക് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ആ ഒരു അഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് സിംറ്റംസ് നമുക്ക് അസോസിയേറ്റ് ആയിട്ട് വന്നേക്കാം. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ്. ഒന്നാമതാണ് നമ്മുടെ ബ്ലർഡ് വിഷൻ, അതായത് നമുക്ക് കണ്ണിന് കാഴ്ച കുറയുന്ന ഒരു അവസ്ഥ. നമ്മുടെ റിസപ്റ്റേഴ്സ് വഴിയാണ് നമുക്ക് നമ്മുടെ കണ്ണിനെ കാഴ്ച കിട്ടുന്നത് നമുക്കറിയാം, അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കാണ് നമ്മുടെ ഈ വിഷ്വൽ ഇമേജ് നമുക്ക് പാസ് ചെയ്ത് പോകുന്നത്. ഈ റിസപ്റ്റേഴ്സ് വഴിയാണ് നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ഈ ഒരു വിഷ്വലി നമുക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ എത്തുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിന് അത് അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബ്ലർഡ് വിഷൻ എന്ന് പറയുന്ന ബുദ്ധിമുട്ട് വരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനിങ്ങിനെയും ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കണ്ടൻ്റാണെന്ന്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ഒരു അനലൈസിങ് പവർ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം ബ്ലർഡ് വിഷൻ അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്നതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ കണ്ണിന് വരുന്ന മറ്റ് ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഡ്രൈനെസ് വരിക, ഇച്ചിങ് വരിക, ഇറിറ്റേഷൻസ്, പെയിന് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ണിന് പൊതുവേ ഇത്തരം സാഹചര്യത്തിൽ കണ്ടുവരാറുണ്ട്. രണ്ടാമതായി കോമണായി കണ്ടുവരുന്നൊരു സിംറ്റമാണ് ഇൻസോംനിയ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്തൊരവസ്ഥ. നമുക്കറിയാം, നമുക്ക് ഉറക്കം, നമ്മുടെ സ്ലീപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി
വേണ്ടി നമുക്ക് മെലറ്റോണിൻ എന്ന് പറയുന്നൊരു പിഗ്മെൻ്റ് ആവശ്യമുണ്ട്. ഇതിനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ ഇത് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ ഉറക്കമൊന്നും കൃത്യസമയത്ത് കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉള്ളൊരു ഉറക്കം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേദന ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കണ്ടുവരാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കിതുപോലെ ഒരു കൃത്യസമയത്തോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഉറക്കമോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഉറങ്ങാനുള്ളൊരു സാധ്യത വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന സിംറ്റമാണ് വെയിറ്റ് ഗെയിനിങ്. പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഒരു ഫാറ്റ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് അങ്ങ് പെട്ടെന്ന് കൂടി വരുന്നൊരു സാഹചര്യം. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ഭക്ഷണത്തിൽ എടുക്കുന്ന സമയത്ത് അതിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ അത് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു അത് എനർജി ആയി മാറാതെ അതെന്ത് ചെയ്യും, ഫാറ്റായി ഡയറക്റ്റ്ലി നമുക്ക് ഡെപ്പോസിറ്റഡ് ആവും. ഇത് ഓർഗൻസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് കണ്ടുവരുന്നത് വളരെ കോമൺ ആണ്. അപ്പം ഓർഗൻസിൻ്റെ പുറത്ത് ഇങ്ങനെ പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഫാറ്റി ലിവർ എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡുള്ള സമയത്ത് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഫാറ്റ് ലിവറിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നാലാമതായിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഫാറ്റിഗ് അല്ലെങ്കിൽ ക്ഷീണം എന്ന് പറയുന്നത്. നമുക്ക് വിട്ടുമാറാൻ, നമുക്കൊരു കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ, നമുക്ക് ഒരു എപ്പോഴും ക്ഷീണം, തളർച്ച, എനർജി ഇല്ലാത്തൊരവസ്ഥ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് കണ്ടുവരാറുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെയിനിനകത്തും എനർജി ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് ലഭിക്കുക. പൊതുവേ നമ്മുടെ ബോഡിയിൽ എനർജി സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വലിയൊരു റോള് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരൊരു സാഹചര്യത്തിൽ നമ്മുടെ ബോഡി പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ പല ഓർഗൻസിൻ്റെ ആക്ടിവേഷനും ഒക്കെ അത് കുറച്ചുകൊണ്ട് വരുന്നൊരു സാഹചര്യം കണ്ടുവരുന്നു. അടുത്തതായിട്ട് ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ ഇയർ വാക്സ്, നമ്മുടെ ചെവിയിലുള്ള ചെപ്പി എന്ന് പറയില്ലേ, അത് നമുക്ക് കട്ടിയായി വരുന്നൊരു സാഹചര്യം. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഇയറിനകത്ത് ഈ വാക്സ് ആവുന്നത് സെറുമെൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾക്കിപ്പം കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ അതൊരു വാട്ടറി ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നതാണ് പൊതുവേ കണ്ടുവരുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഇയർ വാക്സ് കട്ടിയാവാനൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നു. അപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ഇയർ വാക്സ് കട്ടി ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് സപ്ലിമെൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബോണിൻ്റെയും ജോയിൻറ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാർട്ടിലേജ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. ഇത് നമ്മുടെ മൂവ്മെൻറ്റിൻ്റെയും അതുപോലെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ അവിടെ ഉള്ളത്. അപ്പോൾ ഈ കാർട്ടിലേജിൻ്റെ ഫോർമേഷൻ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡ്യൂസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ്സ് ആ ഒരു ജോയിൻറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റിഫ് ആയിരിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ടുള്ള ആറയൊക്കെ പോലുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാം. അപ്പം നമ്മുടെ മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആവാതെ വരാം, അല്ലെങ്കിൽ പെയിൻ ഒക്കെ കൂടി വരാം. ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്ന ആ ഒരു സിംറ്റം കാണിക്കാൻ ഒരു കാരണം. അടുത്തതായി ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഹെയർ നമുക്ക് കട്ടി കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഡ്രൈ ആവുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ. നമുക്കറിയാം നമ്മുടെ ഹെയർ ഫോർമേഷന് വേണ്ടിയിട്ട് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ കണ്ടന്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒമേഗ 3 ആണ് നമുക്ക് ഒമേഗ 3ൻ്റെ ഒരു പ്രസൻസ് ഈ കെരാറ്റിൻ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഡെഫിഷ്യൻ്റ് ആകുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള മുടി പൊട്ടിപ്പോവുകയും സ്കാൽപ്പ് ഡ്രൈ ആവുക, അല്ലെങ്കിൽ മുടീൻ്റെ മൊത്തത്തിൽ ആ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരുന്നതൊക്കെ പൊതുവേ കണ്ടുവരാറുള്ളത്. അതുപോലെ ഒന്ന് തന്നെയാണ് നമുക്ക് സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും ഇച്ചിങ്ങും പോലുള്ള ബുദ്ധിമുട്ടുകൾ. പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കളർ ചേഞ്ചസും പിഗ്മെൻറ്റേഷൻസും ഇച്ചിങ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, എന്താ പറയുക, സ്കിന്നിങ്ങനെ ഡ്രൈ ആവുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരത്തിലൊക്കെ പൊതുവേ കണ്ടുവരുന്നത് ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട്. ഇതും കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തലയോട്ടി അല്ലെങ്കിൽ സ്കാൽപ്പ് എക്സസ് ആയിട്ട് ഡ്രൈ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തലയോട്ടിയിൽ അല്ലെങ്കിൽ ബോഡിയിൽ നമുക്ക് സ്കിന്നിലൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുന്നത് സീബം അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും നെറിഷ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ പ്രസൻസ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കിത് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഹെയർ ഫോൾ പോലെ ഡാൻഡ്രഫ് പോലെ നമുക്ക് ഡ്രൈ സ്കാൽപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത്തരം സിംറ്റംസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡിലൂടെ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഫ്ലാക്സീഡ്, ചിയാ സീഡ് പോലുള്ള കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നത് വഴി
ഇത്തരത്തിലുള്ളൊരു ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ബോഡിയിൽ എത്തുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ നമുക്ക് സീ ഫിഷസ്, അതായത് ചെറു മത്സ്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ചാള, ചൂര, അയല പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ നമുക്ക് വാൽനട്ട് പോലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ്. ഇനി മീനെണ്ണ ഗുളിക കഴിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മീനെണ്ണയുടെ എണ്ണ കഴിക്കുന്നത്, ഓയിൽ ഡയറക്റ്റ്ലി നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂണൊക്കെ വെച്ച് നമുക്ക് കഴിക്കുന്നതും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരം കാണിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റിലൂടെയോ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്